ദാനിയേൽ 5-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ബെൽഷാസർ രാജാവ് തൻ്റെ പ്രഭുക്കന്മാരിൽ 1000 പേർക്ക് ഒരു വിരുന്ന് നൽകുകയും അവരോടൊപ്പം വീഞ്ഞു കുടിക്കുകയും ചെയ്തു. വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവായ താനും തൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തൻ്റെ പിതാവായ നബൂഖദ്നേസർ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പെട്ടെന്നൊരു മനുഷ്യന്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദീപപീഠത്തിന് നേരെ രാജകൊട്ടാരത്തിന്റെ മീനത്തെ ഭിത്തിയിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. രാജാവ് വിവരണനായി. അവൻ ചിന്താധീനനായി. കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടുകയും ചെയ്തു. ആഭിചാരകരെയും കൽദായരെയും ജ്യോത്സ്യന്മാരെയും വരുത്താൻ അവൻ വിളിച്ചു പറഞ്ഞു. രാജാവ് ബാബിലോണിലെ ജ്ഞാനികളോട് പറഞ്ഞു, ഈ എഴുത്ത് വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവനെ ധൂമവസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാല ചാർത്തി രാജ്യത്തിന്റെ 3-ാം ഭരണാധികാരിയാക്കുന്നതാണ്. രാജാവിന്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിലും അവർക്കാർക്കും എടുത്തു വായിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ ബെൽഷാസർ രാജാവ് അത്യന്തം അസ്വസ്ഥനായി. അവൻ വിവരണനായി. അവന്റെ പ്രഭുക്കന്മാരും പരിഭ്രാന്തരായി. രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട് രാജ്ഞി വിരുന്നുശാലയിലെത്തി. അവൾ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. നിന്റെ വിചാരങ്ങൾ നിന്നെ അസ്വസ്ഥനാക്കുകയോ നിന്നെ വിവരണനാക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നിന്റെ രാജ്യത്ത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട്. നിന്റെ പിതാവിന്റെ കാലത്ത് ദേവന്മാരുടെ പോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടിരുന്നു. അസാധാരണമായ ബുദ്ധിയും വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഗൂഢാർത്ഥവാക്യങ്ങൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട അറിവും താൻ ബെൽഷാസർ എന്ന് വിളിച്ചിരുന്ന ദാനിയേൽ എന്നവനിൽ ഉണ്ടെന്ന് കണ്ട് അങ്ങയുടെ പിതാവായ നബൂഖദ്നേസർ രാജാവ് അവനെ മന്ത്രവാദികളുടെയും ആഭിചാരകരുടെയും കൽദായരുടെയും ജ്യോത്സ്യക്കാരുടെയും തലവനാക്കിയിരുന്നു. അപ്പോൾ ദാനിയേലിനെ വിളിക്കുക, അവൻ വ്യാഖ്യാനം അറിയിക്കും. ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, രാജാവായ എൻ്റെ പിതാവ് യൂദയിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നീ തന്നെയാണല്ലോ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം പറയേണ്ടതിന് വേണ്ടി ജ്ഞാനികളെയും ആഭിചാരന്മാരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന്, പക്ഷേ അവർക്ക് ആർക്കും അത് വിശദീകരിക്കാൻ സാധിച്ചില്ല. വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്ത് വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ നിനക്ക് കഴിഞ്ഞാൽ ധൂമവസ്ത്ര വിഭൂഷിതനായി കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിൻ്റെ 3-ാം ഭരണാധികാരിയാകും. ദാനിയേൽ രാജസന്നിധിയിൽ ഉണർത്തിച്ചു, നിന്റെ സമ്മാനങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ. മറ്റാർക്കെങ്കിലും കൊടുത്തേക്കൂ. ലിഖിതം വായിച്ച് അർത്ഥം ഞാൻ പറഞ്ഞു തരാം. രാജാവേ, അത്യുന്നതനായ ദൈവം നിന്റെ പിതാവായ നബൂഖദ്നേസറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ആധിപത്യവും നൽകി. അവിടുന്ന് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു. അവൻ ഇഷ്ടാനുസരണം കൊല്ലുകയോ ജീവിക്കാൻ അനുവദിക്കുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തു പോന്നു. എന്നാൽ അവൻ അഹങ്കാരികളെയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കാൻ ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി. അവന് മഹത്വം നഷ്ടപ്പെട്ടു. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെട്ടു. അവൻ്റെ മനസ്സ് മൃഗതുല്യമായി. അവൻ്റെ വാസം കാട്ടുകഴുതകളോടെത്തി. അവൻ കാളയെപ്പോലെ പുല്ല് തിന്നു. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹം നനഞ്ഞു. അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നതെന്നും അവിടുന്ന് ഇച്ഛിക്കുന്നവരെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുന്നവരെ അവൻ ഇങ്ങനെ കഴിഞ്ഞു. എന്നാൽ അവൻ്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ ഹൃദയം വിനീതമായില്ല. സ്വർഗത്തിൻ്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ വീഞ്ഞു കുടിച്ചു. വെള്ളി, സ്വർണം, ഓട്, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു. എന്നാൽ നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇതാണ്: മൈനേ,
മൈനെ തേഖേൽ പാർസീൻ. ഇതാണ് അർത്ഥം. മൈനെ ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഗേൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് നിന്റെ രാജ്യം വിഭജിച്ച് മേദിയാക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ബൽഷാസർ കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ ധൂമവസ്ത്രം അണിയിക്കുകയും അവൻ്റെ കഴുത്തിൽ പൊന്മാല ചാർത്തുകയും അവൻ രാജ്യത്തിലെ 3-ാം ഭരണാധികാരി ആയിരിക്കുമെന്നും വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ കൽദായ രാജാവായ ബൽഷാസർ കൊല്ലപ്പെട്ടു. രാജ്യം 62 വയസ്സ് പ്രായമുള്ള മേദിയക്കാരനായ ദാരിയൂസിന് ലഭിച്ചു. ദാനിയേൽ 6-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസിന് തോന്നി. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരിൽ ഒരുവൻ ദാനിയേലായിരുന്നു. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. അത്ഭുതകരമായ ദൈവീക ചൈതന്യമുണ്ടായിരുന്നുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും ശ്രേഷ്ഠനായി തീർന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിൻ്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ ബന്ധിച്ചതല്ലാതെ മറ്റ് പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, ദാരിയോസ് രാജാവ് നീണാൽ വാഴട്ടെ. എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റെന്തെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. രാജാവേ, മേദിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമം അനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനജ്ഞ മുദ്ര വെച്ച് സ്ഥിരീകരിക്കണം. ദാരിയൂസ് നിരോധനജ്ഞയിൽ മുദ്ര വെച്ചു. രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. മേൽപ്പറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചിരിക്കുന്നത് പോലെ ചെന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു. അവർ രാജസന്നിധിയിലെത്തി നിരോധനയെപ്പറ്റി പറഞ്ഞു. രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളും എന്നൊരു നിരോധനജ്ഞയിൽ നീ ഒപ്പുവെച്ചിരുന്നല്ലോ. രാജാവ് പറഞ്ഞു, മേദിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ, യൂദയിൽ നിന്നുള്ള പ്രവാസികളൊരുവനായ ദാനിയേൽ നിന്നെ ആക്കട്ടെ. നീ ഒപ്പുവെച്ച നിരോധനജ്ഞയെ ആകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നവരെ അവൻ പരിഭ്രമിച്ചു. അവൻ ആലോചിച്ചുറച്ചു വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മേദിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ. രാജാവ് കൽപ്പിച്ചനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരം കൊണ്ട് അതിനെ മുദ്രവയ്ക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി. വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. തൻ്റെ മുമ്പിൽ
ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തും മുന്നേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി അസ്ഥികൾ ഒടിച്ചു നുറുക്കി. ദാരിയൂസ് രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി, നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമാകട്ടെ. എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. ദാരിയൂസിൻ്റെയും പേർഷ്യക്കാരൻ്റെയും സൈറസിൻ്റെയും ഭരണകാലത്ത് ദാനിയേൽ ഐശ്വര്യപൂർവ്വം ജീവിച്ചു.